ഹലോ, എല്ലാവർക്കും മാതീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു കിട്ടിയെല്ലാം ഒരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പിയാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. മുന്നേ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. എന്നാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങാട്ടോ എടുത്തിരിക്കുന്നത്. വലിയ ഉരുളക്കിഴങ്ങ് തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ അത് നിറവ്യത്യാസമൊക്കെ വരും കേട്ടോ. ഒരു ബ്രൗൺ കളറിലോട്ട് മാറ്റം വരും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചു ഒരു 3-4 തവണ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഇതേ രീതിയിൽ ഒരു കടായിലോട്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്ത് അതിലോട്ട് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഉപ്പ് ചേർക്കാതെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് നല്ലതുപോലെ തിളച്ച് വന്നാൽ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വെന്ത് വരും. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്ന് നമുക്ക് ഊറ്റി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈർപ്പം പോകുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചാണ് ഇത്രത്തോളം ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുന്നത്. അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രത്തോളം ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാൻ പറ്റുന്നത്. ഉരുളക്കിഴങ്ങെല്ലാം ഇതേ രീതിയിൽ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഇതേ രീതിയിൽ എന്ത് ചെയ്യാം, ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഈർപ്പൊന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ടിഷ്യൂ ആണ് വെച്ച് കൊടുക്കുന്നത്. ഈ ടിഷ്യൂ വെച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറോളം അതേ രീതിയിൽ വെക്കുക. അപ്പോഴേക്കും അതിൽ നിന്ന് എന്ത് ചെയ്യും, അതിൻ്റെ വെള്ളമെല്ലാം ഈ ടിഷ്യൂ വലിച്ചെടുത്തിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടും കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു അരമണിക്കൂറോളം ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഈർപ്പൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിലോട്ട് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് രീതിയിൽ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം ഇതേ രീതിയിൽ വെള്ളം ഈർപ്പൊക്കെ പോയതിന് ശേഷം നമുക്ക് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കോൺഫ്ലവർ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ കോൺഫ്ലവർ ചേർത്ത് നേരിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കോൺഫ്ലവർ ചേർത്തപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യുക, നല്ലതുപോലെ ഉരുളക്കിഴങ്ങിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട, വീട്ടിലുള്ള ഉരുളക്കിഴങ്ങ് വെച്ച് തന്നെ നമുക്ക് ഇതേ രീതിയിൽ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓയിൽ വേണം കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് വറുത്ത് കോരിയെടുക്കാൻ. ഓയിൽ നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതേ രീതിയിൽ വറുത്ത് കോരിയെടുക്കുമ്പോൾ നല്ല കുഴിയുള്ള പാത്രത്തിൽ വേണം കേട്ടോ നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ സൺഫ്ലവർ വെച്ചാണ് വറുത്ത് കോരിയെടുക്കുന്നത്. നല്ലതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, ഡീപ്പാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താലാണ് ആ പെർഫെക്റ്റ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു പെർഫെക്ഷനോടെ നമുക്ക് കിട്ടിയല്ലോ. ഇനി ബാക്കിയുള്ളതും ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കാം. കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു പെർഫെക്ഷനോടെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഓരോ ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഒത്തിരിയും കൂടെ ഞാൻ ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു നിറം മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ നിറം മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിലുള്ള ഉരുളക്കിഴങ്ങ് വെച്ച് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള
തട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.